പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് നമ്മളെങ്ങനെ ജീവിച്ചെന്നില്ല. ഞാനിപ്പോൾ 69കാരനാണ്. 69 വയസ്സ് കഴിഞ്ഞ് 70ലേക്ക് കടക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കൃഷിയിടങ്ങളുണ്ടായിരുന്നു, നീർച്ചോലകളുണ്ടായിരുന്നു, കാടുകളുണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു, തണകളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ശരിയായ ഗുരുനാഥന്മാർ നമ്മുടെ അധ്യാപകരോ മറ്റുള്ളവരോ അല്ല. നമ്മളെ പഠിപ്പിക്കുന്ന മുഴുവൻ പ്രകൃതിയാണ്. എങ്ങനെയാണ് പ്രകൃതിയെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പരുന്ത് അല്ലെങ്കിൽ ചെറിയ കിളികൾ, ഇതൊക്കെ നമ്മുടെ അത് മുട്ടയിടേണ്ട സമയമാകുമ്പോൾ അത് കൂട് കെട്ടും. മുട്ടയിടേണ്ട സമയത്ത് മാത്രമേ കൂട് കെട്ടുകയുള്ളൂ. അതുവരെ ഒരു ഇതാവും. അപ്പോൾ അതിന് കൃത്യമായി അറിയാം, ഗർഭിണിയായ പക്ഷിയും അല്ലാത്ത പക്ഷിയും പോകുന്നു. വണ്ണാത്തിക്കിളിയൊക്കെ പറയുന്ന അതെല്ലാം പോയി അതിന് പറ്റിയ രീതിയിലുള്ള ചെറിയ ചെറിയ കമ്പുകൾ എടുത്ത് വരും. അതേസമയം പരുന്താണെങ്കിൽ ഏറ്റവും വലിയ കമ്പുകൾ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഇവിടെ ആവാസ കേന്ദ്രം ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് കിളികളാണ്, പക്ഷികളാണ്. അതുകൊണ്ടാണ് നമ്മുടെ പഴയ കുടിലുകൾ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നമുക്കുണ്ട്. ഇവിടെ ഒരു പോലൂർ മല ഉണ്ടായതായിട്ട് നിങ്ങൾക്കറിയാം. എൻ്റെ പൂർവികർ 9ാം നൂറ്റാണ്ടിൽ, 8ാം നൂറ്റാണ്ട് കഴിഞ്ഞ ഉടനെ ധാർവാർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്ന ഒരു കുടുംബമാണ്. ഒരു 3 നൂറ്റാണ്ട് കോഴിക്കോട് ഭരിച്ചിരുന്ന ഒരു തറവാടാണ്. ഇപ്പോൾ മരിച്ചുപോയ ബാലകൃഷ്ണക്കുറുപ്പ്, മാതൃഭൂമിയിലൊക്കെ ജ്യോതിഷമൊക്കെ എഴുതിയ ചരിത്രകാരൻ, അദ്ദേഹം ഒരു കടത്തനാട് പോർലാതിരി പക്ഷപാതിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ട് രാജാക്കന്മാരെ വീട് എന്നൊക്കെ പറയുന്നത്, കൊട്ടാരങ്ങളെന്ന് പറയുന്നത് ഇന്ന് പറയുന്ന രീതിയിലുള്ള കൊട്ടാരങ്ങളൊന്നുമല്ല. കുറച്ചും കൂടി വലിയ ഓല കൊണ്ട് മേഞ്ഞ കുടിലിൽ കുറച്ചും കൂടി വലുതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് സംവിധാനം. ഇവിടെയുള്ള മെറ്റീരിയൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഓട് വന്നത് ഇപ്പം ഏതാണ്ട് 10-350 കൊല്ലമായിട്ടുണ്ട് ഓട് വെക്കുന്ന സംവിധാനം വന്നത്. അപ്പം അന്ന് കുടിലുകൾ ഉണ്ടാക്കുന്നതും ഓരോ സംവിധാനം ഉണ്ടാക്കുന്നതും നമ്മളെ അറിവ് വെച്ചിട്ടല്ല, നമ്മളെ പഠിപ്പിച്ച ചെതലുകളും കിളികളും പാമ്പും അതുപോലെ മറ്റ് മൃഗങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. തേനീച്ച വളരെ മനോഹരമായ ഒരു കൂടുണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് തേൻ ശേഖരിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ ഒരു സിസ്റ്റം തന്നെയുണ്ട് അവർക്ക്. കാരണം റാണി ഈച്ച എങ്ങനെ ഒബേ ചെയ്യണം, ഇപ്പോൾ എങ്ങനെ നിങ്ങൾ പ്രിൻസിപ്പളിനെ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചത് തേനീച്ചയിലൂടെയാണ്. ആ തേനീച്ചയാണ് നമ്മൾ വെറും തേൻ, മധുരമായ തേൻ തരിക മാത്രമല്ല, ഒരുപാട് ഫിലോസഫി അത് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്ന നമ്മുടെ അധ്യാപകരല്ല, മറിച്ച് പ്രകൃതി തന്നെയാണ്. ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇന്ന് നിങ്ങളിവിടെ അവതരിപ്പിച്ച നാടകം കണ്ട് കണ്ണിൽ നിന്ന് എനിക്ക് വെള്ളം വന്നു പോയി. അപ്പോൾ എൻ്റെ പ്രസംഗത്തിനൊരു പ്രസക്തിയേ ഇല്ല. കാരണം അത്രയും നല്ല മനോഹരമായി 2 ദിവസം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഈ ലോകം എന്തൊക്കെ മാറ്റിമറിക്കാൻ കഴിയും. 2 ദിവസം കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സ്കിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ പാട്ടായാലും കവിതയായാലും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ വളർന്നതൊക്കെ ഒരു 64 കെട്ടുള്ളൊരു ബിൽഡിങ്ങിലാണ്. ഒരുപാട് 16 കെട്ടുകളുള്ള ഭയങ്കര ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പക്ഷേ എനിക്ക് സുഖം തന്നിരുന്നത് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കുടികിടപ്പായി നിന്നിരുന്ന അധ്വാനിക്കുന്ന സാധാരണക്കാരുടെ കുടിലുണ്ടായിരുന്നു. ആ സാധാരണക്കാരുടെ കുടിലെന്ന് പറയുന്നത് കല്ലല്ല, കട്ടയല്ല, ഏറുകെട്ടാന്ന് പറയും. മണ്ണ് എറിഞ്ഞ് പിടിപ്പിച്ചിട്ടുള്ള ചുമര്. ആ ചുമരിൻ്റെ മേലെ മുള കൊണ്ട് ഉള്ള റൂഫ്, ആ മുളയുടെ മേലെ ഓല,
ഓലയുടെ മേലെ പുല്ല്, പുൽപ്പാറയിൽ നിന്ന് പാറയിൽ നിന്ന് പറിക്കുന്ന പുല്ല്, ഇങ്ങനെയാണ് ആ വീട്. പക്ഷെ ആ വീട് ഏത് AC-യേക്കാളും എയർ കണ്ടീഷൻഡ് വീടിനേക്കാളും നല്ല, ഏത് എരിപൊരിയുന്ന വെയിലത്തും മേടമാസത്തിലും നട്ടുച്ചക്കും തണുപ്പ് തരുന്നൊരു സാധനമാണ്. അത്രയും തണുപ്പ്, വളരെ കംഫർട്ടബിളായിരിക്കും. അപ്പോൾ അത് നമ്മളെന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ കോൺക്രീറ്റ് കാർഡ് ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ കോൺക്രീറ്റ് കാർഡ് ഇല്ലാതെ തന്നെ AC-യുടെ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഒരു പ്രകൃതിക്കൊരു പ്രശ്നമില്ല. ഓരോ കൊല്ലത്തിലും ഓലകളുണ്ടാവും. കടത്തനാട്ടുണ്ടായിരുന്ന ഉദയവർമ്മ രാജ താമസിച്ചിരുന്ന 3 നില ബിൽഡിങ് 72-ലാണ് പൊളിക്കുന്നത്. ആ പൊളിക്കുന്നത് വരെ ആ 3 നില ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേലെ തേക്കിൻ്റെ കഴുക്കോലാണെങ്കിൽ അവിടെ ഓല കൊണ്ടാണ് മേഞ്ഞിരുന്നത്. ഓരോ കൊല്ലവും ഓല ശേഖരിക്കാൻ വേണ്ടി കുടിയാന്മാരെടുത്തുനിന്ന് കരാറുണ്ടാക്കിയിട്ടുണ്ട്. സ്ഥലം കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത്ര മടൽ ഓല കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ, നമ്മുടെ പഴയ കാലത്ത്, ഭൂതകാലത്ത് എയർ കണ്ടീഷൻ ഇല്ലാതെ, നിങ്ങൾ കറണ്ടിന് വേണ്ടി ചിലവാക്കേണ്ട ഒന്നുമില്ലാതെ എത്ര മനോഹരമായ രീതിയിൽ വീടുണ്ടാക്കാം എന്നുള്ളത് നമ്മൾക്ക് പഠിച്ചു തന്നതും ഈ ഇതൊക്കെ ആക്കിത്തരുന്നതും ഓരോ തരത്തിലുള്ള പ്രാണികളും നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളിലൂടെയാണ്. ആദിവാസികളെ കുടിലുണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെ ഒരുപാട് ഫീൽഡ് വർക്ക് നടത്തിയാണ്. ആ ഒരു ആൾ ഒരു കൊലപാതകം നടക്കുന്നതിന് മുമ്പേ, സംഘടനത്തിൽ ചെയ്യുന്നതിന് മുമ്പേ, പോലീസുകാരുടെ ഇതുണ്ടാകുന്നതിന് മുമ്പേ അവിടെ പോയപ്പോൾ അവിടെ ചെറിയ ഇതേപോലെ ഹട്ടുകളാണ്. ഈ ഹട്ടുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ചോദിച്ചാൽ, കുറുവരുടെ ഒരു ബിൽഡിങ്ങിന് ഉപയോഗിച്ചിരുന്ന കാലു എന്ന് പറയുന്നത് 150 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ആ വീടിൻ്റെ തൂണ് എന്ന് പറയുന്നത് ഒരാനയുടെ 4 കാലിൻ്റെ എല്ലുകളായിരുന്നു. അടുത്ത ഒരു 15 വർഷം മുമ്പ് വരെ ആ കുടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുറിച്യരുടെ പിന്നെ അതിനുള്ളത് ഉണങ്ങിയ മുളയാണ് ഉപയോഗിക്കുക. ഉണങ്ങിയ മുള ഉപയോഗിക്കുന്നു, പുല്ലും ഉപയോഗിക്കുന്നു. ഈ ഉണങ്ങിയ മുളേൻ്റെ അടുത്ത് ആന ഒരിക്കലും പോവില്ല. അതിനാവശ്യമില്ല, തിന്നേണ്ട സാധനമില്ല. ആനയുടെ കാലില്ലെടുക്കുക ആന പോവോ? നമ്മുടെ ഏതെങ്കിലും ശവത്തിൻ്റെയോ വൃത്തികെട്ടതിൻ്റെ സ്ഥലത്ത് നമ്മൾ പോവോ? ഇല്ല. അപ്പോൾ ഒരു സുരക്ഷ പോലും നൽകുന്ന ഒരു വലിയ തന്ത്രം ഒക്കെ മനസ്സിലാക്കാൻ അവർക്ക്, ആദിവാസികളെ അവർ കഴിയുന്നു. അങ്ങനെയാണ് ആ കുടിലിൻ്റെ സംവിധാനം. അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടിൽ പിന്നെ ഉപയോഗിക്കൽ വേറൊരു കുടിലാക്കും. അതിന് പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അവിടെ ഇല്ല മുള ആവശ്യത്തിന് മാത്രം മുറിച്ച് കുടിലുണ്ടാക്കുന്നു. അതല്ലാതെ ഗോളിയർ റേൺസിന് വേണ്ടിയിട്ട് ലോഡ് കണക്കിന് മുള കൊണ്ടുവരേണ്ട സംവിധാനമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. മുഴുവൻ ഒരു വീടുണ്ടാക്കുന്നത് പോലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. നമ്മളിന്നല്ല, എപ്പോഴാണ് നമുക്ക് ഈ പരിസ്ഥിതി കോട്ടം വരുന്നൊരു ചിന്ത വന്നത്? ആളുകൾ ഇപ്പോഴൊന്നല്ല. നമ്മുടെ മലമുകളിൽ, വയനാട്ടിലായാലും ഇരിട്ടിയിലായാലും പാലക്കാടായാലും സൈലൻറ്റ് വാലിയിലായാലും അവിടെ ഉണ്ടായിരുന്ന സ്വാഭാവികമായ കാട് വെട്ടി നശിപ്പിച്ച് അവിടെ തേയിലയും റബ്ബറും കാപ്പിയും നട്ടു. അപ്പോൾ തുടങ്ങി മണ്ണിടിച്ചിൽ. എങ്ങനെയാണ് ഈ മണ്ണ് നിലനിൽക്കുന്നത്? വലിയ വലിയ മരങ്ങളുടെ വേരുകളിലൂടെ നിന്നിട്ടാണ് പോകുന്നത്. ഈ വീഴുന്ന, ഇപ്പം നിങ്ങൾ നേരത്തെ കാണിച്ച രംഗമുണ്ടല്ലോ, ആ രംഗത്തിന് എന്താ കാരണം? വേരുകൾ താഴേക്ക് പോകുന്ന, ശിരസ് പോലെ ഉയർന്ന് മേലോട്ട് പോകുന്ന വലിയ വലിയ മരങ്ങളാണ് വാസ്തവത്തിൽ മണ്ണൊലിപ്പ് തടയുകയൊക്കെ ചെയ്യുന്ന സംവിധാനം. ആ മരങ്ങൾ എന്ന് മുറിക്കാൻ തുടങ്ങിയോ, അന്ന് തുടങ്ങി നമ്മൾക്ക് പ്രകൃതിയുടെ നാശം. അപ്പോൾ അതാണ് നമ്മുടെ കാണുന്നത്. ഏറ്റവും വളരെ കൃത്യമായ ഈ പ്രകൃതി ഉണ്ടെങ്കിൽ ഒരു തിരുണ്ടാവില്ല. ഇന്നിപ്പോൾ നമ്മൾ കൃഷിയില്ല, എല്ലാ വയലുകളും ഫ്ലാറ്റുകളാണ്. നമ്മൾ വളരെ അശാസ്ത്രീയമായിട്ടാണ്. നമുക്കൊരു ബസ് സ്റ്റാൻഡുണ്ട്, മുഫീസിൽ ബസ് സ്റ്റാൻഡ്. അത് ചതുപ്പു നിലാണ്. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ചതുപ്പു നിലത്ത് ആ വെള്ളം കെട്ടി വെക്കേണ്ട അവിടെ അതെല്ലാം തൂർത്ത്, സ്വപ്നഗിരിന്നെല്ലാം നമ്മുടെ ഇവിടെ ഇതെല്ലാം പറയുന്ന അവിടെ പഴയ നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ ആ ഒരു വയലുണ്ടല്ലോ,
അതെല്ലാം പോയിട്ട് അവിടെ മണ്ണിട്ട് നികത്ത് വേണം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? നാഷണൽ ഹൈവേ ഇതാക്കാൻ വേണ്ടി മലകൾ മുഴുവൻ ഇടിച്ച് ഇല്ലാണ്ടാക്കി വരുന്നു. 2 തരത്തിലുള്ള നഷ്ടമാണ്. ഈ മലകളാണ് വെള്ളത്തെ സംരക്ഷിക്കുന്നത്. ആ മലകൾ ഇല്ലാണ്ടാക്കുന്നു, ചപ്പു നിലത്തിൽ ശേഖരിക്കേണ്ട അവിടെയും വെള്ളം ഇല്ലാണ്ടാക്കുന്നു. ഇങ്ങനെ തലതിരിഞ്ഞ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ പണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതം തുടങ്ങും. ഞാനത് 70 കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അവിടെ കൃഷിയാണ്, ഇഷ്ടം പോലെ വാരം വളർന്നു വരുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു വേസ്റ്റ് പോലും ഉണ്ടാവുന്നില്ല. കാരണം നെല്ല് കുത്തിക്കഴിഞ്ഞാൽ ആ നെല്ലിൻ്റെ ഉമി രാത്രി കാലത്ത് കിടക്കാൻ പോകുമ്പം കനലിൻ്റെ മേലെ ആ ഉമിയാടി വിടും. നിറയെ അടുപ്പിൽ ഉമി നിറക്കും. രാവിലെ ആകുമ്പോഴേക്കും അത് ഉമിക്കരിയാവും, കുറച്ച് വെണ്ണീരുമാവും. ഈ ഉമിക്കരി പല്ല് തേക്കാൻ ഉപയോഗിക്കാം. കൂടാതെ കളം വരയാൻ വേണ്ടി, പല അനുഷ്ഠാനങ്ങൾക്കും കളം വരയാൻ വേണ്ടി ആ ഉമിക്കരി ഉപയോഗിക്കുന്നു, കറുത്ത നിറത്തിന് വേണ്ടി. തവിടായാലോ, തവിട് നമ്മൾ നല്ല ഭക്ഷണമാണ്, വളരെ ടേസ്റ്റാണ്. ആ തവിട് കഴിഞ്ഞാൽ അതിൽ വിറ്റാമിൻ സി വളരെ കൂടുതലുള്ള സാധനമാണ്. നമ്മൾ തവിട് അപ്പം ഉണ്ടാക്കി കഴിക്കും. അതുകൂടാതെ ഈ തവിട് തന്നെ നിങ്ങൾ മുടിയേറ്റൊക്കെ നടത്തുമ്പോൾ ആ പന്തത്തിന് തള്ളി എന്ന് പറഞ്ഞിട്ട് പൊടി അങ്ങോട്ട് പന്തത്തിൻ്റെ മേലേക്കിടും. ഏറ്റവും വലിയ വളരെ സ്പാർക്കായിട്ട് പോകുന്ന ഒരു വലിയ തീഗോളം മുകളിലേക്ക് പടരുന്ന പോലെ തോന്നുന്ന ആ തള്ളി എന്ന് പറയുന്ന സാധനം തവിടാണ്. കാരണം പന്തത്തിൻ്റെ മേലെ ഇതങ്ങനെ തേവി വിടുമ്പോഴേക്ക് അത് താഴേക്ക് വീഴുമ്പോൾ തൊട്ട് 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 കത്തി മേലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വെറും ഒരു തവിട് വെച്ചുകൊണ്ട് ഒരു പെർഫോമൻസിന് വലിയ അത്ഭുതം ഉണ്ടാക്കാൻ കഴിയുന്നു. ഈ അരി ഉപയോഗിച്ചുകൊണ്ടോ, കഥകളിക്ക് ഉപയോഗിക്കുന്ന ചൊട്ടി, പഴയ കാലത്ത് രാവിലെ 11 മണിക്ക് മലന്ന് കിടക്കണം. ഇന്ന് പ്ലാസ്റ്റിക് പേപ്പറൊക്കെയാണ് വെക്കുന്നത്. ഇത് തൊട്ട് പിടിപ്പിച്ച് ആ വെറും അരി കൊണ്ടാണ്, പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ പറയുന്ന മദ്ദളത്തിൻ്റെ വെള്ള കറുപ്പ്, ആ കറുപ്പ് മഷി എന്ന് പറയുന്നത് ഉണക്കലരി കരിച്ചിട്ടുണ്ടാക്കുന്ന മഷിയാണ്. മദ്ദളം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മഷി എന്ന് പറയുന്നത് ഉണക്കലരി കരിച്ചിട്ടുണ്ടാക്കുന്ന കരിയാണ്. പിന്നെ മദ്ദളം കൊട്ടുന്നതിന് വേണ്ടി മുട്ടുന്ന ചുറ്റ്, അത് തുണി വിരിഞ്ഞ് അതിൻ്റെ മേലെ പച്ചരി അരച്ച് ചേർത്തിട്ട് ഉണച്ചിട്ടാണ് ഉണ്ടാക്കുന്ന മദ്ദളത്തിൻ്റെ മേലെ മുട്ടുന്ന ഒരു ചുറ്റുണ്ടാക്കുന്നത്. തീയിലേക്ക് ചാടാൻ വേണ്ടി തെയ്യം ഉപയോഗിക്കുന്ന മേക്കപ്പ് ഏറ്റവും കൂടുതൽ അരിച്ചാന്താണ്. ബാഡ് കണ്ടക്ടറും ഗുഡ് കണ്ടക്ടറും. ഒരു കനൽ വന്ന് വീണാൽ ഒന്നും പറ്റില്ല. അത് ഉണങ്ങിയാടെ നിന്നാൽ ഒന്നും അങ്ങോട്ട് കിടക്കില്ല. പഴയ കാലത്ത് പൊള്ളിക്കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് എന്താ? ചാന്തെടുത്ത് തേക്കുവാണ്. ഈ അരിമാവെടുത്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കിക്കോ, നിങ്ങളുടെ കയ്യിലിപ്പോൾ ചൂടുവെള്ളം വീണെങ്കിൽ ഉടൻ ചെയ്താൽ അരിമാവട വെച്ചാൽ മതി. ഇപ്പോൾ ആളുകൾ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പഴയ കാലത്ത് ഈ അരിമാവാണ് ഉപയോഗിക്കുക. അരിമാവ് വെച്ച് കഴിഞ്ഞാൽ വളരെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഇവിടെ തന്നെയുള്ള സാധനമാണ്. അപ്പോൾ അരിൻ്റെ ഒരു പ്രയോഗം ഞാൻ പറയുകയാണ് ഓരോ തരത്തിലും. ഭൂമിക്ക് പിന്നെ മറ്റൊന്നൊരു കടന്നൽ കുത്തി എന്ന് വന്നാൽ, കടന്നൽ കുത്തിക്കഴിഞ്ഞാൽ, തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ആ തേനീച്ചയുടെ ആ മുള്ള് എടുക്കാനുള്ള വിദ്യ എന്താ? ഉമിയിട്ടിട്ടുരക്കുക. ഉമിയിട്ടിട്ടുരക്കുമ്പോഴേക്കും ആ മുള്ള് പറഞ്ഞു വരും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അത് ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേസ്റ്റ് എവിടെയില്ല. തവിടായാലും ഉമിയായാലും ഒന്നും വേസ്റ്റ് അല്ല, എല്ലാം അസറ്റാണ്. എല്ലാം അസറ്റാണ്. അതിനെ പല രീതിയിൽ മാറ്റുന്നു. ഇതൊന്നുമല്ലാതെ നമ്മളിപ്പം ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഇത് മറ്റൊന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ഓരോ സാധനം ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാം. കുന്നത്തൂർപ്പാടിയിൽ എത്തിക്കഴിഞ്ഞാൽ മുത്തപ്പന് ചൂട്ട് പിടിക്കുന്നത് ഓടയുടെ ചൂട്ടാണ്. 3000 ആളുകളോ 5000 ആളുകളോ ഉള്ള ആ കുന്നിൻ്റെ മേലെ ഞാനൊരിക്കൽ നാസിക്കിലെ നാഷണൽ സ്കോർ ഡ്രാമയിൽ എന്താണ് നാച്ചുറൽ തിയേറ്റർ എന്നുള്ളത് പറയാൻ വേണ്ടി പോയിരുന്നു. നാച്ചുറൽ തിയേറ്റർ. അപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഭാഗമെല്ലാം പഴയ കാലത്ത് ബോംബെ പ്രസിഡൻസിൻ്റെ ഭാഗമായിരുന്നു. 300 കൊല്ലം മുമ്പ് കഴക്കാട്ടരൻ നായനാർ എഴുതിയ
അവിടുത്തെ ഗവർണർക്ക് എഴുതിയ കത്ത്, വൈസ്രോയ്ക്ക് എഴുതിയ കത്തുണ്ട് അന്ന് ഇത് തന്നെ. അപ്പം അന്ന് നാസിക്കും കുന്നത്തൂർപ്പാടിയെല്ലാം ഒരേ ഭരണത്തിൻ്റെ കീഴിലായി ആ കാലത്ത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മേലെ മുഴുവൻ പച്ചപ്പാണ്. 3000, 4000, 5000 ആൾ, അല്ലെങ്കിൽ എത്ര കൂടുതൽ 50,000 ആൾ പങ്കെടുത്താലും ഇവർ ചൊല്ലുന്ന മയക്കില്ലാതെ തോറ്റം ചൊല്ലുമ്പോൾ ആ തോറ്റം ചെല്ലുന്ന സമയത്ത് ആ തോറ്റം എല്ലാവരുടെ കർണപുടങ്ങളിലേക്കും എത്താനുള്ള ഒരു വലിയ തിയേറ്റർ എന്ന് പറയുന്നത് പച്ചില കൊണ്ട് മൂടിയ തിയേറ്ററാണ്. ആ പച്ചില കൊണ്ട് നമ്മൾ മാറ്റണമെന്നല്ല, അത് ആ ശബ്ദം കേൾക്കും. ഇവിടെ ഉപയോഗിക്കുന്ന ഈ പന്തങ്ങൾ, ഈ ഓടച്ചൂട്ട് ഉപയോഗിച്ചിട്ട് കത്തിക്കുന്ന പന്തങ്ങളിലൂടെ, ആ ലൈറ്റിലൂടെ മറ്റാർക്കും കാണാൻ കഴിയില്ല. ഇതിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്തിരുമ്പോൾ ആ ഓടച്ചൂട്ടിലൂടെ നല്ല തിളങ്ങുന്ന കിരീടവും ഡാൻസൊക്കെ ആയിരിക്കും. വേറെ ഒന്നും ശ്രദ്ധിക്കപ്പെടില്ല. ഏറ്റവും സ്പോട്ട് ലൈറ്റ് എന്ന് നമ്മൾ പറയാറില്ല, സ്പോട്ട് ലൈറ്റാണ്. അപ്പം പരിസ്ഥിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പ്രശ്നം. അതെങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു? നമ്മൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്. പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുന്നു. നമ്മൾ എന്തിനായത് വായിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുണ്ടായ ഒരു കാര്യമല്ല ഇപ്പം പറയുന്നത്. പുല്ല് പശുക്കൾ തിന്നും, അല്ലെങ്കിൽ അത് വളമായിട്ട് ഉപയോഗിക്കും, ചാണകവും എല്ലാം ഉപയോഗിക്കും. ചാണകം കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നു? പഴയ ചന്ദനത്തിരി ഉപയോഗിക്കാൻ എരുമച്ചാണാണ് ഉപയോഗിച്ചത്. ചന്ദനത്തിരിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എരുമച്ചാണാണ്. മാത്രമല്ല മനുഷ്യനെ ദഹിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ തമിഴ്നാട്ടിൽ ഇപ്പം പോകുമ്പോൾ കാണാൻ വേണ്ടി കഴിയും, പല വീടിൻ്റെ ചുമരിനും ചാണകം അടിച്ച് പിടിപ്പിച്ച് കാണാം, ചെറിയ കുടിലിൻ്റെ മേലെ. അത് ദഹിപ്പിക്കാൻ പോലുള്ളതാണ്. ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇന്ധനമാണ്. ദഹിപ്പിക്കാൻ, മനുഷ്യൻ്റെ ശവശരീരം ദഹിപ്പിക്കാനുള്ള ഇതാണ് ചാണകം. ഒന്നും വേസ്റ്റല്ല. അത് വളരെ ക്രിയേറ്റീവായി ഉപയോഗിക്കുന്നൊരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. ആ സംവിധാനത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തയില്ലാതെ പോകുമ്പോൾ ഇവിടെ മുഴുവൻ നമ്മളെന്ത് ചെയ്യും? ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. പണ്ട് സമാവാറിൽ നമ്മൾ എങ്ങനെയാണ് ചായ തിളപ്പിച്ചിരുന്നത്? കരിനെ വീണ്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ചൂടാക്കിയിട്ട് സമാവാറിൽ ചായ അടിക്കും. ആ നടുവിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായി വരും. അപ്പോൾ അങ്ങനെ ചൂട്ട് കൊണ്ട് നമുക്ക് മുഴുവൻ കാണാൻ കഴിയും ചൂട്ടിലൂടെ. ഈ വെണ്ണീരൊക്കെ തന്നെയും ക്ഷാരത്തിൻ്റെ വളമായി മാറും. ഒന്നും വേസ്റ്റില്ല. ഇന്ന് വെള്ളം പോകാൻ സ്ഥലമില്ല, ഒന്നും പോകാൻ സ്ഥലമില്ല. സ്വാഭാവികമായ വെള്ളത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഈ നദികളൊക്കെ ഇങ്ങനെ വന്നത്? നദികളുടെ ഇതെങ്ങനെയാണ് വരുന്നത്? നീരൊഴുക്ക് എങ്ങനെ വന്നു? ഇപ്പം എങ്ങനെ തടസ്സം വരുന്നു? ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ നദികൾ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് വെള്ളം എവിടേക്കാണോ ആ രീതിയിൽ ഒഴുകി പോവുക. അതാണ് ഇതായിട്ട് വരുന്നത്. ആ നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും വരുന്നത്. അങ്ങനെയാണ്. ഞാൻ ഭുജിൽ പോയപ്പോൾ അവിടെ നാഷണൽ സംഗീത നാടക അക്കാദമിൻ്റെ വലിയ പ്രോഗ്രാം, ഫെസ്റ്റിവലാണ്. 101 കലാരൂപങ്ങൾ അവതരിപ്പിച്ച ഫെസ്റ്റിവല്. അവിടെ ഞാൻ പറഞ്ഞവരോട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരേ തീരത്തിൻ്റെ സന്തതികളാണ്, നമ്മൾ അന്യരല്ല. കച്ചും കൊച്ചിയും, കച്ചെന്ന് പറയുന്ന കൊച്ചി എന്ന് പറയുമ്പോൾ വാക്കിൽ പോലും സാമ്യം കാണാം. കച്ച്, കൊച്ചി അല്ലേ? ആ കച്ചിനും കൊച്ചിക്കുള്ള പ്രത്യേകത എന്താ? കടൽ ഉള്ളോട്ട് നിൽക്കുന്ന കപ്പലുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉള്ള സ്വാഭാവികമായ പ്രകൃതിയുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല, നമ്മുടെ പുരാവൃത്തങ്ങളിൽ ചിറക്കൽ കോവിലത്തെ ഒരു രാജകുമാരിയും വരുന്നത് കച്ചിൽ നിന്ന് പായക്കപ്പലിലാണ്. മരക്കലത്തിലാണ്. മരക്കലം എന്ന് പറയുന്നത് നമ്മളെ പഴയ തോണി, മരക്കലത്തിലാണ് വരുന്നത്. അന്നപൂർണേശ്വരി വരുന്നതും മരക്കലത്തിലാണ്. മാരിതെയ്യത്തിൻ്റെ പാട്ടുകളിലും എങ്ങനെ ഇതൊക്കെ വരുന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ദൂരം നമുക്കില്ല. ഒരേ തീരത്തിൻ്റെ സന്തതികൾ തുഴഞ്ഞ് അങ്ങോട്ട് പോകുന്നു, കച്ചിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ അവിടേക്ക് വരുന്നു. അപ്പോൾ നമ്മൾക്ക് അകൽച്ചയില്ല. പണ്ട് നിങ്ങൾ പറയാം, മണ്ണാങ്കട്ടയും കരിയിലും കാശിക്ക് പോയ കഥ പറയും. കാശിക്ക് പോയത് ശരിയാണ്. ഇവിടെ കോഴിക്കോട് അതിന് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ പറയുന്ന കോട്ടൺ മില്ല്,
ഇന്ത്യയിലെ ആദ്യത്തെ രണ്ടാമത്തെ പവർലൂം കോട്ടമില്ലാണ് ഇന്ത്യയിലെ. 2013 തീപ്പെട്ട PK സ്വരാജയുടെ മുത്തശ്ശൻ ദേശമംഗലം നമ്പൂതിരി 20ഓളം പേരെ കൂട്ടി ബോംബെയിലോളം നടന്നുപോയി. ആ പോകുന്ന സമയത്ത് മുഴുവൻ ഓരോ പ്രഭുകുടുംബങ്ങളിലോ മറ്റാണ് താമസിക്കുക. ഒരു ദിവസം ഞങ്ങളുടെ അവിടെയും 20 ആൾക്കാർ താമസിക്കുന്നു. അച്ഛൻ്റെ അടുത്ത് അവിടെ ഊട്ടുണ്ട്, 10-200 കൊല്ലം ഊട്ട് കടന്ന സ്ഥലമാണ്. അവിടെ പോയി, അവിടെ നിന്ന് അങ്ങനെ പോയി, എന്നിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കപ്പലിലാണ് മിഷൻ ഇവിടെ എത്തുന്നത്. ബോംബെയിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് ഇവിടെ എത്തുന്നത്. എൻ്റെ കാരണവർ കടത്തനാട് രാജാസ് ഹൈസ്കൂൾ സ്ഥാപിച്ച മനോരമയുടെ ഭാഷാഭൂഷണി സമ്മേളനം ബ്രണ്ടൻ കോളേജിൽ വെച്ച് നടത്തിയ 1.5 പേജിലധികം മുഖപ്രസംഗം അന്നത്തെ കാലം 1906 മരിച്ചപ്പോൾ മനോരമ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 39 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. ഈ 39 വയസ്സ് ജീവിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടന്ന് കാശിയിൽ പോയി മടങ്ങി വരുമ്പോൾ പൂനെയിൽ വെച്ച് ബാലഗംഗാധര തിലകനെ കാണുന്നു. ബാലഗംഗാധര തിലകനെ കണ്ട് ആ ബാലഗംഗാധര തിലകൻ്റെ ഉപദേശപ്രകാരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുറക്കണം, സർവർക്കും ജാതി മത വ്യത്യാസമെന്ന് സർവർക്കും പഠിക്കാൻ, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ രീതിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങണമെന്ന് ഉപദേശിച്ചിട്ടാണ് 1896 കടത്തനാട് രാജാസ് സ്കൂൾ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് തന്നെ മിഷനറി വർക്ക് നല്ലോണം സ്കൂൾ സ്ഥാപനങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് കാശി എന്ന് പറയുന്നത് നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അറിവ്, പക്ഷികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, ഇഴജീവികളിൽ നിന്ന്, അതുപോലൊക്കെ തന്നെയും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നടക്കുമ്പോഴും സഞ്ചാരി സത്യവാനാണ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സഞ്ചാരി സത്യവാനാണ്. ഹിമാലയം കാണാത്ത ഒരാൾക്കും ഹിമാലയത്തെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഹിമാലയത്തെ കാണാൻ പറ്റില്ല പറഞ്ഞാൽ കാളിദാസന് പോലും ഹിമാലയത്തെക്കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടി കഴിയില്ല. അത്രയും അവർണ്ണനീയമായ ഒരവസ്ഥയാണ്. ഞാൻ എൻ്റെ നാട്ടിൻപുറത്തെ കുന്ന് കണ്ടപ്പോൾ അതാണ് ഏറ്റവും വലിയ കുന്ന് എന്നാണ് എൻ്റെ കുട്ടിക്കാലത്ത് ബോധമുണ്ടായത്. സഹ്യാദ്രി കണ്ടപ്പോൾ അതാണെന്ന് ചോദിച്ചാൽ അല്ല, ഹിമാലയം കണ്ടപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് സഞ്ചാരി സത്യവാനാണെന്ന് പറഞ്ഞു. വലിയ വലിയ ആൾക്കാരെ കാണുമ്പോഴേ അറിയാതിരിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പം എന്തുകൊണ്ടാണ് ജോൺ സാറിന് ഇത്രയൊക്കെ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? അത്തരത്തിൽ ഉന്നതമായി ചിന്തിക്കാനുള്ള അനുഭവജ്ഞാനിലും കൊണ്ടാണ്. അതാണ് കുട്ടികൾ, നിങ്ങൾ ഏറ്റവും മഹാഭാഗ്യവന്മാരാണ്. ഇങ്ങനെ വളരെ എക്സ്പെരിമെൻ്റലായി കാര്യങ്ങൾ കാണാനും പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ആ യാത്രയിലാണ് അറിവുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോഴൊക്കെ കാണേണ്ട ഒരു കാര്യം, ഓരോ ദിക്കിൽ പോകുമ്പോഴോ ഓരോ പ്രകൃതിക്കനുസരിച്ചും ആ പ്രകൃതി അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വേസ്റ്റ് ഇല്ലാതെ കൊണ്ട് നല്ല രീതിയിൽ അതിനൊക്കെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി അതിനെ മാനവരാശിയുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു സംവിധാനം, ഒരു ടെക്നോളജി, ഒരു തത്വശാസ്ത്രം നമ്മുടെ നാട്ടുകൂട്ടായ്മ കൊണ്ട് നടന്നിരുന്നു. അതിനെ കൈവിടുമ്പോഴാണ് നമ്മൾക്കിത് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്, എന്തിന് നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പോകുന്നത്? പണ്ട് മത്തി വാങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള ആളുകളെല്ലാം 100 ഉറുപ്പ്യക്ക് ഉള്ള മത്തി കൊണ്ടാണ് ഒരു ജീവിതം കഴിയുക. ഒരു മനുഷ്യൻ്റെ വീട്ടിലെ മുഴുവൻ ജീവിതം കഴിയാൻ 100 ഉറുപ്പ്യൻ്റെ മത്തി ഉണ്ടായാൽ മതി. ആ മത്തിക്ക് എന്താ തേക്കില കൊണ്ടാണ് പോവുക. തേക്കില വേറെ പാത്രമൊന്നും വേണ്ട. ഇന്ന് എത്ര പ്ലാസ്റ്റിക് കവർ വേണം? ഒരു ദിക്കൊന്ന് ഇവിടെ എത്തി വെക്കാൻ വേണമെങ്കിൽ ഐസിലിട്ട് വെച്ചിരുന്നല്ല. ഓരോന്നിനും കലത്തിൽ വെക്കുന്ന ഉപ്പ് എത്ര കാലം നിൽക്കും? എല്ലാത്തിനും സംവിധാനം. മുരിക്കിൻ്റെ പത്തായം, ഉപ്പ് പത്തായം. വീടിൻ്റെ ഏത് വീടിയുടെയും മുമ്പിലൊരു മുരിക്കിൻ്റെ പത്തായം കാണാം, ഉപ്പ് വെക്കുന്നത്. കാരണം ആ മുരിക്ക് പോയാലും വേറെ മുരിക്കുണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് പുറത്തേ വെക്കൂല, ഉപ്പ് വെച്ച കലം പോലെ എന്ന് പറയും. അത് ദ്രവിച്ചില്ലാണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ എല്ലാം പ്രൊഡക്റ്റീവായിട്ടില്ലേ. മുരിക്ക് തന്നെ നമ്മൾ വെറ്റിലക്കൊടി നടത്താൻ വേണ്ടിയിട്ട് മുരിക്കാണ് ഉപയോഗിക്കുക. അത് മാറി വേറൊരു മുരിക്ക് വരും, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെയും ഇവിടെ ഓരോ വൃക്ഷങ്ങൾ ഉണ്ടാക്കുന്ന, ഒരു ചെടികൾ ഉണ്ടാക്കുന്ന ആ ചെടികളും ഒക്കെ തന്നെയും അതിനെ റീസൈക്ലിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഫലവത്തായി റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനം, വേസ്റ്റ് ഇല്ലാതെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ നന്നായി നടന്നിരുന്നൊരു സ്ഥലത്താണ്
ഈ പ്ലാസ്റ്റിക് സംവിധാനങ്ങളൊക്കെ വന്നിട്ട് വരുന്നത്. എത്രയാണ് നിങ്ങൾ എന്തിനാണ് നമുക്ക് ഈ മാളല്ലോ? വല്ല കാര്യമുണ്ടോ? വേസ്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. സാധാരണ കച്ചവടം ചെയ്തൊന്ന് നമുക്ക് വാങ്ങിയിട്ട് വരാം. ഇതെത്ര പ്ലാസ്റ്റിക്കാണ് വരുന്നത്? നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എത്രയാണ് നമ്മൾ ചായ കുടിക്കാൻ എന്തുകൊണ്ട് കുപ്പി ഗ്ലാസ് ഉപയോഗിച്ചൂടാ? മണ്ണ് ഗ്ലാസ് ഉപയോഗിച്ചൂടാ? എങ്ങനെയാണ് പഴയ കാലത്തെ കഞ്ഞി കൂട്ടി കൊടുത്തിന് കഞ്ഞിയിൽ വെള്ളം കുടിച്ചിരുന്നത്? പ്ലാവിലോണ്ടുണ്ടാക്കി കുടിച്ച അതില്ലേ? പല ഇലകളും തുന്നി ചേർത്തിട്ട് കുടിച്ച സംവിധാനമില്ലേ നമുക്ക്? അവിടെ നമ്മളെന്തിനാ? അതുപോലെ അത് വളമല്ലേ? എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടാവുമോ? അതെല്ലാം ഗുണമാണ്. ഏത് ഇല നിങ്ങൾ ഉപയോഗിച്ചാലും ആ ഇല ഇട്ട് കഴിഞ്ഞാൽ അത് ഗുണമാണ്. മണ്ണിന് കപ്പുണ്ടാക്കാൻ കഴിയും, ഉപേക്ഷിക്കാൻ കഴിയും. നമ്മൾക്ക് മരിക്കുന്ന സമയത്ത് അസ്ഥി എടുക്കാൻ വേണ്ടി പോലും പച്ച കലം ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നെ പ്ലാവിൻ്റെ ചോട്ടിൽ അസ്ഥിയോട് കൂടി കുഴിച്ചിടുന്നു. ആ അസ്ഥിയും മണ്ണും അതിനോട് ലയിക്കുന്നു. ഏറ്റവും നല്ലോണം കാൽസ്യം കിട്ടിയിട്ട് ചക്ക 4 അധികം ഉണ്ടാവും. ഏത്? മനുഷ്യൻ്റെ അസ്ഥി വലിച്ചെടുത്ത് തടിച്ചു കൊടുത്ത് പ്ലാവ് നല്ല മധുരമുള്ള ചക്കപ്പഴം തരുന്നു. നമ്മൾ ചക്കപ്പഴം കഴിക്കുമോ? വെളിഞ്ഞിറല്ലേ? അത് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണല്ലോ. ഏറ്റവും നല്ല ഔഷധമാണ് ചക്ക. പക്ഷെ നമ്മളറിയില്ല. നമ്മൾ വന്നിട്ട് പല ദിക്കൊന്നും വാങ്ങിക്കൊണ്ടിരും, പല ദിക്കിലും ചക്ക വീണ് പോകുന്നു, ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇവിടെയുള്ള വിഭവങ്ങളെ പരിസ്ഥിതിക്ക് വിരുദ്ധമാകാത്ത രീതിയിൽ, എല്ലാം പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഈ മരം മുറിക്കുന്ന കാര്യം പറയുമ്പോൾ അതാണ്. മരം മുറിക്കേണ്ട കാര്യമല്ല. അപ്പം എന്നോട് വീട് എടുക്കുമ്പോൾ അയലൊക്കെ മുറിച്ച് ഞങ്ങൾ മുറിച്ചില്ല, കൊമ്പ് മാത്രം മുറിച്ചു കൊടുത്തു. മരം മുറിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കിളികളുണ്ട്, നിങ്ങളൊന്നും വേണ്ട. നാളെ നനച്ച് കഴിഞ്ഞാൽ എത്ര കിളികൾ അവിടെ വരും. ഞാൻ അവിടെ പേരയുണ്ട്, നിറയെ പേരൊക്കെ ഉണ്ട്. പക്ഷെ ആ പേരൊക്കെ വരുമ്പോൾ എത്ര കിളിയാണ് അതിലേക്ക് വരുന്നത്? രാത്രി വവ്വാലുകൾ വരും, അവർക്ക് ഭക്ഷണമാണ്. നിങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങളൊരു മരം നട്ട് കഴിഞ്ഞാൽ അത് പരിസ്ഥിതി നല്ല പരിസ്ഥിതിയോട് ഇണങ്ങുന്ന സ്ഥലമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അത് തിന്നാൻ വവ്വാല് വരും, ചെറിയ ചെറിയ കിളികൾ വരും, അവരെ സന്തോഷവും. നമ്മളത് മറിച്ചെന്തായി? നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ഒതുക്കുമ്പോൾ നമ്മുടെ എല്ലാ വികാരങ്ങളെയും മുറിച്ച് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റാക്കി ഒന്നും പുറത്തു പോവാതെ ഉള്ളിൽ നിന്ന് ചീഞ്ഞ് വിങ്ങി നാറി ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് പ്ലാസ്റ്റിക് കവറിലൂടെ നമ്മൾ പോകുന്നത്. അതാണ് ചെയ്യുന്നത്. അതല്ലാത്തൊരു ലോകം വേണം. ആ ഒരു ലോകം വരണമെങ്കിൽ നിങ്ങൾ മരങ്ങൾക്ക് മരങ്ങളെ ചെയ്യാൻ വേണ്ടി കഴിയൂ. ഓരോ പ്രദേശത്തിന് പറ്റിയ മരങ്ങളെ പറ്റൂ. പുഞ്ചപ്പാടത്ത് പുഞ്ചയെ പറ്റുള്ളൂ. മരയിൽ ആല് വേണ്ടെടുക്കുക, ആല് ഉണ്ടാവേണ്ടിടയ്ക്ക് അതുണ്ടാവുള്ളൂ. ഓരോന്നും വേണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുമ്പോഴേ നമ്മൾക്ക് മനുഷ്യൻ്റെ സ്നേഹവും വാത്സല്യമൊക്കെ വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഒഴുകി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒഴുകാനുള്ള കാരണം നമ്മൾ ഇപ്പം നല്ല 300 വർഷം മുമ്പ് തുടങ്ങിയ കോളനി സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇവിടെ സ്വാഭാവികമായ കാട് വെട്ടി അവിടെ തേയിലയും കാപ്പിയും അതുപോലെ തേയിലയും കാപ്പിയും റബ്ബറും വെച്ചത് കൊണ്ടാണ് നമ്മുടെ. അല്ലാത്ത സ്ഥലത്ത് വെച്ചൂടെ? വെക്കാലോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ പ്രദേശം സംരക്ഷിക്കുക. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കുക. ഞാനിപ്പോൾ എല്ലാം നമ്മുടെ കോട്ടനാണ്, ഞാൻ ഈ കോട്ടനാണ്, എല്ലാം കോട്ടനാണ് ഉപയോഗിക്കുന്നത്. കോട്ടൺ മാത്രം മതി. നമ്മൾ കോട്ടൺ മതി. വെള്ളത്തിൽ കുളിക്കുക, നല്ല വെള്ളത്തിൽ കുളിക്കുക, അതിന് കുളം വൃത്തിയാക്കുക, പബ്ലിക് സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ ആവോ? ഗുരുവായൂർ പായസത്തിൽ ശരീരത്തിൽ ഇതായപ്പോൾ ആ നമ്പൂരി ചെയ്ത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ പോയിരിക്കുകയാണ്. അത് മാറ്റാൻ കഴിയും. നിങ്ങൾക്കൊരു വെള്ളം കൊള്ളുന്ന ഒരു അവസ്ഥ നല്ല വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ കുത്തി ഇരുന്നാൽ മതി. മണിക്കൂറുകൾ തനിയെ മാറ്റിത്തരും. നിങ്ങൾക്ക് എരിച്ചിലുണ്ടെങ്കിൽ, നെഞ്ഞെരിച്ചിലുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വെള്ളത്തിൽ കുത്തിയിരിക്കുക. അല്ലെങ്കിൽ ഷവറിലാണെങ്കിലും വയറ്റത്തേക്ക് വെള്ളം കുറേ വിടുക. അസിഡിറ്റി പോവും, അസിഡിറ്റി തനിയെ പോവും. അതിന് നിങ്ങൾ ഗുളിക വാങ്ങി കഴിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ
പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിച്ചതിൻ്റെ പേരുണ്ടാകുന്ന രോഗങ്ങളെ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാക്കുക. നിങ്ങളെ ആണ് ചുമതല, ഞങ്ങളൊക്കെ അസ്തമിക്കാൻ പോകുന്ന ഒരു തലമുറയാണ്. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ വീട്ടുമുറ്റത്തുള്ള ചെടികളിലൂടെ, നിങ്ങളെ വീട്ടുമുറ്റത്തുള്ള മരങ്ങളിലൂടെ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ആ ഒരു സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ ചതുപ്പ് നിലങ്ങളിൽ വേണ്ട ചതുപ്പായി നിർത്താം. ഇപ്പോൾ ഇവിടെ ചതുപ്പ് നിലത്ത് വെച്ചിരിക്കുന്നത് ഗോവിന്ദപുരത്തോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കുന്നിൻ്റെ മേലേക്കോ ബസ് സ്റ്റാൻഡ് മാറ്റിയ ഒരു മോശമില്ല. പോയി വന്നൂടെ? ഒരു പാർക്കിംഗ് പ്ലേസല്ലേ വേണ്ടൂ. രണ്ടും കൂടി നശിപ്പിക്കണ്ടല്ലോ, കുന്നും ചതുപ്പും നശിപ്പിക്കാൻ. അപ്പം അത്തരത്തിലുള്ള ചിന്തകൾ പോകണം. അങ്ങനെ ചിന്തകൾ പോയാൽ മാത്രമേ പ്രകൃതി ഇല്ലെങ്കിൽ ജീവിതങ്ങൾ, നേരത്തെ പറഞ്ഞ അതേ മുദ്രാവാക്യം, പ്രകൃതി ഇല്ലെങ്കിൽ ജീവിതമില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ വളരെ സമ്പന്നന്മാരും സന്തുഷ്ടരും സന്തോഷമുള്ളവരുമായിരുന്നു. കാരണം അന്ന് അക്കാലത്ത് കാണാൻ ഞാൻ ഓരോ കാര്യം, ഓരോ ഫിലോസഫി. എന്നെ മൊയൽ ഇൻക്യൂബേറ്റർ എന്നുള്ളൊരു സംവിധാനത്തിൻ്റെ 3-ാം വയസ്സിൽ ഞാൻ കല്ലാച്ചിയിൽ ഞങ്ങളുടെ കാറിനോട് EKK രാജ എന്ന് പറയുന്ന പഴയ ജമ്മി സഭേൻ്റെ പ്രസിഡൻ്റൊക്കെ അയാളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ 3-ാം വയസ്സിൽ മുയലുണ്ട് അവിടെ. ആ മുയലിൻ്റെ പിന്നാലെ പോയി നോക്കുമ്പോൾ ഒരു ദിവസം ഉണ്ട് മുയൽ, ഗർഭിണിയായ മുയൽ ഒരു ദിവസം രോമെല്ലാം പറിക്കുന്നു. എല്ലാം പറിച്ചിട്ട് കുഴിച്ചിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് രോമം അവിടെ വെക്കുകയാണ്. ഇത് അതിലാണ് പ്രസവിക്കുന്നത്. ഇൻക്യൂബേറ്റർ എന്ന് പറയുന്ന സംഭവം ഇവിടെ നിങ്ങൾ പറയുക പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്രയോ കാലമായിട്ട് മുയൽ ചെയ്തു പിടിച്ച കാര്യമാണ്. ഉറുമ്പിനറിയാം എവിടെയാണ് സ്ഥലം എന്നുള്ളത്. പുറ്റുണ്ടാക്കി ആ പുറ്റ് ഉപേക്ഷിച്ച് ഉറുമ്പ് പോകുമ്പോഴാണ് അതിലേക്ക് പാമ്പ് വന്ന് കൂടുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഭാഗവതത്തിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, ചെതലിനുണ്ടാക്കി. എന്തിനാണ് ചെതലുണ്ടാക്കുക? വിഷ്ണു ഇങ്ങനെ ഉറങ്ങിപ്പോയി. മഹാവിഷ്ണു വില്ലിൻ്റെ തലയും വെച്ച് ഉറങ്ങിപ്പോയി. മധുകൈടവന്മാർ യുദ്ധം ചെയ്യാൻ വരുന്നു. അപ്പോൾ രക്ഷയില്ല, ഉറക്കമുണർത്താൻ പഴയ കാലത്ത് ഇങ്ങനെ രതിസുഖത്തിൽ അനുഭവിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നാളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ വിഷമായി. അപ്പോൾ എങ്ങനെ നമുക്ക് പാവം ചെയ്യാതെ രക്ഷപ്പെടാമെന്നില്ലാണ് ബ്രഹ്മാവ് ചെതലിനുണ്ടാക്കി. ഇപ്പോൾ ചെതൽ പറഞ്ഞു, ചെതൽ വന്നുകൊണ്ട് പറഞ്ഞു, എനക്കെന്താ കിട്ടുക? നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പാവം ചെയ്യിക്കണം. അതിന് വലിയ ന്യായമുണ്ടോ? നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പാവം ചെയ്യിക്കണം. ആ പാവത്തിൻ്റെ നിങ്ങൾക്ക് ഏറ്റെടുക്കുക, അത് ഞാൻ ഏറ്റെടുക്കണം. ആ പാവത്തിൻ്റെ വില എനിക്ക് തരൂ. അങ്ങനെയാണ് പറഞ്ഞത്. തൂവുമ്പോൾ യാഗശാലയിൽ തൂവുന്ന സമയത്ത് പുറത്ത് വീഴുന്ന സാധനം നിനക്കാണ് എന്ന് അവകാശം അനുവദിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ പുറ്റിന് പോലും ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ താമസത്തിൻ്റെ പുറ്റിന് പോലും ആ പരിസ്ഥിതിൻ്റെ ഒരു സംഭവം ഉണ്ട്. അവർ പറയും എന്താണ് വരുന്നില്ല, ഒന്നും വേണ്ട, നിങ്ങൾ എവിടെയാണ് മണ്ണ് എന്നുള്ളത് നോക്കുന്നത്. അവിടെയുള്ള ജീവജാലങ്ങളുടെ സഞ്ചാരക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വീടിന് പറ്റിയ സ്ഥലമാണോ, കൃഷിക്ക് പറ്റിയ സ്ഥലമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറ്റിയ സ്ഥലമാണോ എന്നുള്ളത് മനസ്സിലാവും. അതൊക്കെ പറയുന്നത് നമ്മളല്ല, നമ്മുടെ ബുദ്ധി. നമ്മളെ കണ്ണു തുറപ്പിച്ചത് ഈ പ്രാണിവർഗമാണ്. ഈ അമ്പാറ്റ വരുന്നു എന്ന് പറയുന്നു. അതാ സമയത്ത് അതിന് ചിറക് വരുന്നു, ഇല്ലേ? മഴ പെയ്യുന്ന സമയത്ത് വരുന്നു, തിരിച്ച് വേണ്ടിയും പോകുന്നു. ഒരു അത്ഭുതമാണ്. അത് പ്രകൃതിയുടെ ഒരു സംഭവമാണ്. അവർ ആയുസ് പിന്നെയുണ്ട്. പക്ഷെ ആ സമയത്താണ്. അതുപോലെ മുട്ടയിടാനാകുമ്പോൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ മനുഷ്യനല്ലാതെ ആനക്ക് പോലും വീടില്ലല്ലോ. തേനീച്ചയായാലും ചെതലായാലും അല്ലെ പക്ഷികളായാലും ഇവരൊക്കെ തന്നെയും ഇത്രയും വലിയ സൗധങ്ങൾ, അവർക്ക് വേണ്ടാത്തതിനേക്കാളും വലിയ സൗധങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പക്ഷിജാലങ്ങളെ, ഏതെങ്കിലും ജീവജാലങ്ങളെ കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ മാത്രമാണ് അങ്ങോളെത്തുന്ന രീതി. അവരുടെ ആവാസ സ്ഥലങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഊരാളങ്കൽ സൊസൈറ്റിയുടെ ലോറി ഇങ്ങനെ വരിക, അവിടെ നിന്ന് മല ഇടിച്ച് മറിച്ച് വരിക, മുഴുവൻ പ്രകൃതി ഇത് ചെയ്തിട്ട്, എന്നിട്ട് ഇങ്ങോട്ട് തൂർത്താൻ വേണ്ടി വരികയാണ്. എവിടെയെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ജീവജാലം ഇതുപോലെ ഫ്ലാറ്റ് ഉണ്ടാക്കുകയോ ജീവിക്കാനോ വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ച് ഒരൊറ്റ ജീവജാലത്തിനെ കാണാൻ കഴിയുമോ? അത് കഴിയാത്തത് അവരുടെ ഇതിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ മാതൃകയാക്കുക. മൃഗങ്ങളും ജന്തുജാലങ്ങളുമാണ് നമ്മുടെ ഗുരുനാഥന്മാർ. അവർ കാണിച്ചു തന്ന വഴിയെ സഞ്ചരിക്കുക. പ്ലാസ്റ്റിക്കിൽ നിന്ന് നമുക്ക് മോചനം ചെയ്യുക. ഈ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മോചനം ചെയ്യാൻ കഴിയുമാറാവട്ടെ.
സിൽവർ ഹിൽസ് എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൽ ഇവിടെ വന്ന് ഒരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വരാൻ കഴിഞ്ഞതിലും എന്നെ വിളിച്ചുള്ള സന്തോഷം ജോൺ സാറിനെ അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് എൻ്റെ കഴിവല്ല, ഞാൻ ജീവിച്ചിരുന്ന കാലത്തെ എന്നെ പഠിപ്പിച്ച ജീവജാലങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണ്. ആ അറിവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.